ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് പാദവാർഷിക പരീക്ഷയാണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ദുറൂസുൽ ഇസ്ലാം പാഠബുക്കിൽ നിന്ന് ദുറൂസ് 1 എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 1ാമത്തെ പാഠം മുതൽ 5ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്ത് നിന്ന് വരുന്ന ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഫസ്റ്റ് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് വന്ന 1ാമത്തെ ചോദ്യം? നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് നിരീശ്വരവാദി ആരോടാണ് ചോദിച്ചത്? ആരോടാണ് ചോദിച്ചത് നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന്? ആരോടായിരുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോടാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതാ, ഈമാനിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഏത്? ഈമാനിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഏതായിരുന്നു? വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ. വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. ഏറ്റവും ഉയർന്ന നിലയിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. താഴെ പടിയിലുള്ളത് വഴിയിലുള്ള തടസ്സം നീക്കലാണ്. പിന്നെന്താണ്? ആരാണ് ബൽഹിലെ രാജാവ്? ആരായിരുന്നു ബൽഹിലെ രാജാവ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം അല്ലേ? ബൽഹിലെ രാജാവ് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ചു നാട് വിട്ടത് ഇബ്രാഹിം ഇബ്നു അദ്ഹം. പ്രസിദ്ധനായ സൂഫി വര്യൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അടുത്തതാ, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിന് എന്തു പറയും? എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിന് പറയുക? ധൂർത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ആവശ്യത്തിന് ചിലവഴിക്കാതെ സമ്പാദ്യം എടുത്തു വെക്കലാണ് എന്ത്? പിശുക്ക്. പിശുക്ക് കേട്ടോ, മനസ്സിലാക്കുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ ആര്? ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ? അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ പിതൃവ്യപുത്രൻ ആരെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാണ്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനാണ്. പിന്നെന്താണ്? അൽ ഖുലഫാഉർ റാഷിദൂന എത്ര വർഷം ഭരണം നടത്തി? എത്ര വർഷമാണ് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം? 30 വർഷം നീണ്ടു നിന്നിട്ടുണ്ട്. 30 വർഷം. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. പിന്നെന്താണ്? യൗമു ഉത്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? യൗമു ഉത്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യൗമു ഉത്ലത്ത് എന്ന് പറഞ്ഞാൽ അവധി ദിവസം. അവധി ദിവസം എന്നാണ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? അന്ത്യമില്ലാതിരിക്കുക. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അന്ത്യമില്ലാതിരിക്കുക എന്നത് ഏത് സിഫത്തിൻ്റെ അർത്ഥമാണ്? അന്ത്യമില്ലാതിരിക്കുക എന്നുള്ളത് ഏതാണ്? അൽ ബക്കാ. അൽ ബക്കാ അന്ത്യമില്ലാതിരിക്കുക. അപ്പം അതിൻ്റെതാണ്. അപ്പം അതുപോലെ നമുക്ക് 20 വാജിബായതും 20 മുസ്തഹിലായതും തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കാം. പിന്നെന്താണ്? അള്ളാഹുവിന് ആകെ എത്ര സിഫത്തുകളുണ്ട്? അള്ളാഹുവിന് എത്ര സിഫത്തുകളാണ്? 41 സിഫത്തുകളാണ്. 20 വാജിബ്, 20 മുസ്തഹിൽ, 1 ജായിസായ സിഫത്തുണ്ട് അല്ലേ? അപ്പോൾ അത് 41 എന്ന് അടയാളപ്പെടുത്താം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് എത്ര? അള്ളാഹുവിന് ജായിസായ സിഫത്ത് എത്രയാണെന്നാണ് ഇവിടെ ചോദ്യം വന്നത്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് 1 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഇസ്തിറാഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ്. നമ്മൾ അറബി ചാപ്റ്ററിൽ നിന്നാണ് വന്നത്. ഇസ്തിറാഹ എന്നാൽ വിശ്രമം എന്നാണ്. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ ആര്? ആരായിരുന്നു വളർത്തുമകൻ? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് എഴുതാം. പിന്നെ ഹിജ്റ എത്രാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്? എത്ര വർഷമാണ്? ഹിജ്റ 11ാം വർഷം. ഹിജ്റ 11ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. ഇനി എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത്? എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത്? ഹലാലായ മാർഗത്തിലാണ് ധനം സമ്പാദിക്കേണ്ടത്. ഹലാലായ മാർഗത്തിൽ. അതെഴുതാ, ഹലാലായ മാർഗത്തിൽ എന്ന്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ആരാണ് ഖുലഫാഉർ റാഷിദൂൻ? ആരാണ് ഖുലഫാഉർ റാഷിദൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്കാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന് പറയുന്നത്. നമ്മളെ
മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ് ഈമാൻ എന്നാൽ എന്ത്? ഈമാൻ എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. ഈമാൻ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അടുത്തതാ, വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം? എന്താണ് വേതനം ഹലാലാവാൻ തൊഴിലാളി എന്താണ് ചെയ്യേണ്ടത്? വേതനം ഹലാലാവാൻ തൊഴിലാളി ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്താലാണ് വേതനം ഹലാലാവുകയുള്ളൂ. തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാം. അടുത്തത് എന്താണ്? സജ്ജരിതരായ ഖലീഫമാരുടെ പേരുകൾ ഏതെല്ലാം? 4 ഖലീഫമാരുടെ പേരുകൾ ഏതൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവരാണ് സജ്ജരിതരായ 4 ഖലീഫമാർ. അടുത്തതാ, പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളിൽ 2 എഴുതുക. ധനവിനിയോഗ മാർഗങ്ങളിൽ 2. കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, പാവങ്ങളെ സഹായിക്കുക, മതപരമായ കാര്യങ്ങൾ ചെലവഴിക്കുക. ഇതൊക്കെയാണ് പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങൾ. അതിൽ 2 എഴുതുക. പിന്നെ അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഏത്? അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഏതാണ്? ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹു താലയുടെ ജായിസായ സിഫത്താണ്. 5ാമത്തെ പാഠത്തിലുണ്ട്. അള്ളാഹുവിന് ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും ജായിസായ സിഫത്താണ്. അടുത്തതാ, ഐന യദ്ഹബു ഹസൻ യൗമുൽ ഇസ്നൈൻ. ഇസ്നൈൻ എന്താണ്? തിങ്കളാഴ്ച ഹസൻ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? ഐന യദ്ഹബു ഹസൻ യൗമുൽ ഇസ്നൈൻ. അപ്പോൾ അദ്ഹബു ഇലൽ മക്തബ്, അദ്ഹബു ഇലൽ മക്തബ്. അവൻ പോകും ഓഫീസിലേക്ക്, അവൻ പോകും ഓഫീസിലേക്ക്. അപ്പോൾ അതുപോലെ വെള്ളിയാഴ്ച അവൻ എന്ത് ചെയ്യുന്നു? ശനിയാഴ്ച അവൻ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? അദ്ഹബു ഇല സൂക്കി വാഷ്തരി ലവാസിമിൽ ബൈത്തി വഅസൂറുൽ അസ്തിഖാ. അവന് ശനിയാഴ്ച അങ്ങാടിയിൽ പോയി വീട്ടിലേക്ക് വേണ്ട ആവശ്യ വസ്തുക്കളും കൂട്ടുകാരെ സന്ദർശിക്കാനൊക്കെയാണ് ശനിയാഴ്ച ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ദിവസം മനസ്സിലാക്കാം, ഏതൊക്കെ ദിവസമാണ് ഓഫീസിൽ പോവുക എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെന്താണ് പിശുക്ക് എന്നാൽ എന്ത്? പിശുക്ക് എന്നാൽ എന്താണ്? സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കലാണ് പിശുക്ക്. അതായത് ആവശ്യങ്ങൾക്ക് ഉപകരിക്കാതെ ധനം സൂക്ഷിച്ചു വെക്കലാണ് പിശുക്ക് എന്ന് മനസ്സിലാക്കുക. ഇനി ആരാണ് മുഅ്മിൻ? ആരാണ് മുഅ്മിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. പിന്നെ നമുക്കിവിടെ മുസ്തഹീലായ സിഫത്തുകളിൽ നിന്ന് 10 എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5ാമത്തെ പാഠം വാജിബും മുസ്തഹീലായ 2 പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുസ്തഹീലായ സിഫത്തുകൾ 5 എഴുതുക. അപ്പോൾ ഇതുപോലെ വാജിബായ സിഫത്തുകളിൽ നിന്ന് 5 എഴുതാന്ന് പറഞ്ഞാൽ നമുക്കതും എഴുതാൻ കഴിയണം. അപ്പോൾ അത് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചുരുങ്ങിയത് 10 എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക. ബാക്കി പഠിക്കേണ്ടെന്നല്ല, എല്ലാം മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഓപ്പോസിറ്റ് എഴുതാൻ വരും. അദം എന്നതിൻ്റെ ഓപ്പോസിറ്റ് അൽ ഹുദൂസ്. ഏകത്വം എന്നതിൻ്റെ അറബി വഹ്ദാനിയത്ത്. വഹ്ദാനിയത്ത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് തഅദ്ദുദ്. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. നമ്മൾ പാഠഭാഗത്തിൻ്റെ ദുറൂസിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ മോർ എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോസും അതിൽ ലഭിക്കുന്നതാണ്. ഇനി എടുക്കാൻ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.